പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടലുകൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ കോഫി ഹൌസുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ത്യൻ കോഫി ഹൌസിന്റെ ശാഖകളിൽ കാപ്പി, ചായ, ദോശ, കട്ട്ലറ്റ് തുടങ്ങിയവ തയ്യാറാക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. പല ശാഖകളും അടച്ചിടലിന്റെ വക്കിലാണ്. അതിനിടെ വിറകിന് പിന്നാലെ ചിരട്ടയുടെ വിലയും വർദ്ധിച്ചു. തമ്പാനൂരിലെ കോഫി ഹൌസും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ചേരുകയാണ് തമ്പാനൂർ കോഫി ഹൌസിൽ നിന്ന്. ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് എത്തുന്നവരുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവരുടെയൊക്കെ പ്രധാന ഒരു ഇഷ്ട കേന്ദ്രം കൂടിയാണ് അവിടുത്തെ തമ്പാനൂരിലെ കോഫി ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഫി ഹൗസിന്റെ കാര്യം മാത്രമല്ല, ഒട്ടുമിക്ക ഹോട്ടലുകളും സംസ്ഥാനത്ത് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പലതും പൂട്ടലിന്റെ വക്കിലാണ്. വിറകിനെ ആശ്രയിച്ചിരുന്ന പല ഹോട്ടലുകളും അവരെയും സംബന്ധിച്ച് പ്രതിസന്ധിയാവുകയാണ്. വിറകിനും ചിരട്ടയ്ക്കുമൊക്കെ വില കൂടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് തമ്പാനൂരിലെ കോഫി ഹൗസ്, അല്ലേ? പൂർണ്ണമായും അടച്ചിട്ടില്ല, പക്ഷേ അത് വലിയ പ്രതിസന്ധിയിലാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇവിടുത്തെ ജീവനക്കാർ നമ്മോട് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, തലസ്ഥാനത്തെ ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ഒരു സ്ഥാപനമാണ് ഈ ചുവന്ന കെട്ടിടം. KSRTC ബസ് സ്റ്റാൻഡിലാകട്ടെ, റെയിൽവേ സ്റ്റേഷനിലാകട്ടെ, നഗരത്തിലേക്കാകട്ടെ വന്നിറങ്ങുന്നവർ ഭക്ഷണത്തിനായി ആദ്യം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്, സിലിണ്ടറുകൾ ഇല്ലാത്തത് മൂലം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വിറകടുപ്പുകളുടെയൊക്കെ സഹായത്തോടുകൂടി തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ സ്ഥാപനം പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പല വിഭവങ്ങളും കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. പല തരത്തിലേക്കുള്ള വെട്ടിക്കുറയ്ക്കലുകളും ഈ ദിവസങ്ങളിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ജീവനക്കാർ തന്നെ നമുക്ക് അതിന്റെ ഒരു കൃത്യമായ സാഹചര്യം വിശദമാക്കി തരും. അവരോട് തന്നെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാവുന്നതാണെന്ന് തോന്നുന്നു. ചേട്ടാ, എന്താണ് അവസ്ഥ? എന്താണ് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം ഇപ്പം നമ്മൾ സ്റ്റാഫിൻ്റെ വീട്ടിൽ കൊണ്ട് വേറെ അടുപ്പിലാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം അത്യാവശ്യം ചായ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുറച്ച് നേരം മാത്രമേ കൊടുക്കാറുള്ളൂ. ഗ്യാസിൻ്റെ ലഭ്യത കുറവാണ്. ഏതെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ടോ? ദോശ, ദോശ, പൂരി, മസാല ഐറ്റങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് ലൈവായിട്ട് നമ്മൾ ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വിറവിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വിറവിൽ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ആൾക്കാരൊക്കെ വന്നിട്ട് മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒത്തിരി പേര് മടങ്ങി പോകുന്നില്ല. എന്തെങ്കിലും കിട്ടി കഴിക്കാൻ എന്ന് കഴിക്കുന്നവരാണ്. നമുക്ക് ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥിതിയില്ലേ? നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. എത്ര ദിവസം ഇങ്ങനെ കൂടെ ഓടിക്കാൻ പറ്റും? പറ്റാറിഞ്ഞൂടാ. നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അത് ഉപയോഗിക്കും. നിലവിൽ എത്ര സിലിണ്ടർ ബാക്കിയുണ്ട്? ഒന്നെങ്കിലും ഉണ്ടോ? ഒരെണ്ണത്തിന് അത് വരുള്ളൂ. ആ വെച്ചാണ് ഇപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. പിന്നെ വിറവും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഇനി ഒരു സിലിണ്ടറാണ് ഈ സ്ഥാപനത്തിൽ ബാക്കിയുള്ളത്. പിന്നെ സ്റ്റാഫിന്റെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വിറകൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഇവിടുത്തെ മസാല ദോശയാണ്. കാരണം ഈ ബീട്രൂട്ടിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ചുവന്ന നിറത്തിലുള്ള മസാലയാണ് ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുകൂടാതെ നെയ് റോസ്റ്റ്, അതിനോടൊപ്പം തന്നെ കട്ട്ലറ്റ്. ഇവരുടെ കട്ട്ലറ്റ് ഭയങ്കര ഫേമസ് ആണ്, ബീട്രൂട്ട് കട്ട്ലറ്റ്. അപ്പോൾ ആ വിഭവങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. മസാല ദോശയോ ഗീ റോസ്റ്റോ അതിനോടൊപ്പം തന്നെ ഈ കട്ട്ലറ്റോ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. വരുന്നവർക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് ഒന്ന് ഓടിച്ച് വിടേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് തലസ്ഥാനത്തെ മറ്റ് പല സ്ഥാപനങ്ങളുടെയും. ഈ ഒരു വശത്ത് വിറകിന് വില കൂടിയത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ ചിരട്ടയ്ക്കും വില കൂടിയിരിക്കുന്നു. തേങ്ങയുടെ മറ്റ് പോലെയുള്ള മിക്ക ഹോട്ടലുകളും ഉള്ളത്. തലസ്ഥാനത്തെ തമ്പാനൂരിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ചേർന്നത്. അവിടെ ഇനി ഒരു ഗ്യാസ് സിലിണ്ടർ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും കോഫി ഹൗസുകളെ സംബന്ധിച്ച് നമുക്കറിയാം, മസാല ദോശയും കട്ട്ലറ്റും കോഫിയൊന്നും ഇല്ലാതെ കോഫി ഹൗസിന്റെ മെനു പൂർണ്ണമാകില്ല. അപ്പോൾ ആ വിഭവങ്ങളൊന്നും വിളമ്പാൻ കഴിയാത്ത സാഹചര്യമാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്.